الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ശ്രദ്ധയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സ്വർഗാവകാശികളാകുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവധിക്കാലമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വേനലവധിക്ക് വേണ്ടി അടച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിൽ ഒത്തുകൂടിയിരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ നാളുകളാകുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആദികളുടെയും ഉത്കണ്ഠകളുടെയും ഭയപ്പാടുകളുടെയും നാളുകളാവുകയാണ് അവധിക്കാലങ്ങളൊക്കെ. പ്രധാനമായിട്ടും കുട്ടികളെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് മാതാപിതാക്കളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. കുട്ടികൾ നല്ല കുട്ടികളാണ്, അവർക്ക് നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്. ആ കഴിവുള്ള കുട്ടികളെ, അറിവുള്ള കുട്ടികളെ അവരെ കൃത്യമായി നിയന്ത്രിക്കുവാനും അവരെ കൃത്യമായി കൂടെ നിർത്താനും രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും ഈ ഉത്കണ്ഠകൾക്ക് കാരണമാകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് അവൻ്റെ കുട്ടികൾ. കുട്ടികളോളം ഫലപ്പെടുന്ന മറ്റൊരു സമ്പത്തും ഒരു മുസ്ലിമിന് ഈ ലോകത്ത് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യർ അഥവാ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ പോലും അള്ളാഹുവിനോട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കൺകുളിർമയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഹുനാലിക ദഅ സകരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലി
മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ നല്ല മക്കളെ, ദുർരിയതൻ ത്വയ്യിബ, നല്ല മക്കളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണമേ. വസഖരിയ ഇദ് നാദാ റബ്ബഹു. സഖരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ അനന്തരാവകാശികളില്ലാത്ത ഒറ്റപ്പെട്ടവനായി നീ എന്നെ മാറ്റരുതേ റബ്ബേ. അല്ലാഹുവേ നല്ല സ്വാലിഹായ അനന്തരാവകാശികളെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന സഖരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയൊക്കെ ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലൊക്കെ തങ്ങൾക്ക് ലഭിക്കേണ്ട മക്കളെ കുറിച്ച് അവർ നൽകുന്ന വിശേഷണം. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാറുള്ളത് മക്കൾക്ക് അവാർഡുകൾ കിട്ടുമ്പോൾ, അവർ ഉയർന്ന പദവിയിലെത്തുമ്പോൾ, അവർക്ക് വലിയ വേതനം ലഭിക്കുന്ന ജോലി കിട്ടുമ്പോൾ, അവരുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് ഉയർന്നു കാണുമ്പോഴൊക്കെ മാതാപിതാക്കൾ ഏറെ അഭിമാനിക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അത്രമേൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ സ്വാലിഹായ കുട്ടികളാവണം. അവിടെയാണ് ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സമ്പത്തായി മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്വത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ അവൻ്റേതല്ലാതായി മാറുന്ന ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസതി. ഈ ലോകത്ത് ഓർമ്മ വെച്ച കാലം മുതൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ മരണത്തോടുകൂടി ആ അധ്വാനത്തിൽ നിന്ന് 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് അധ്വാനിച്ചോ അതുമാത്രം നമുക്ക് ഉപകാരപ്പെടും. ബാക്കി ഈ ലോകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങളൊക്കെ ഈ ലോകത്ത് ബാക്കിയായി കിടക്കും. ആ 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയത്തിൻ. അവൻ മരണപ്പെട്ടു പോയാലും അവന് ഗുണം കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും നല്ല സ്വദഖകൾ, സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖകൾ ഈ ലോകത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അത് അവൻ മരണപ്പെട്ടാലും അവന് കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി. അതല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി അവൻ പ്രയത്നിച്ചു, ആ അറിവ് അവന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ അവന് ഉപകരിച്ചു. അമലുകൾ ചെയ്യാനും അള്ളാഹുവിനെ ആരാധിക്കാനും മുസ്ലിമായിട്ട് ജീവിക്കാനും ഒക്കെ ആ അറിവ് കൊണ്ട് അവന് സാധിച്ചു. ആ അധ്വാനവും അവന് ഗുണം ചെയ്യും. മൂന്നാമത്തേത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മൂന്നാമത്തേത് അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. ആ സ്വാലിഹായ മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ അവന് സാധിച്ചാൽ ആ അധ്വാനവും അവന്റെ മരണശേഷവും അവൻ ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ആ സ്വർഗത്തിൽ അവന്റെ ഉയർന്ന പദവി, ഇന്നർ റജുൽ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഉന്നതമായ ചില പദവികൾ അവന് ലഭിക്കുമ്പോൾ ഫയഖൂലു, അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അന്നാ ഹാദാ, പടച്ചോനെ ഇത്രയും വലിയ പ്രതിഫലം കിട്ടത്തക്ക ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഈ വലിയ പ്രതിഫലം, ഈ വലിയ സമ്പത്ത് ഇതെനിക്ക് കിട്ടത്തക്കവണ്ണം ഞാൻ ഭൂമിയിൽ അധികമൊന്നും അധ്വാനിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇതൊക്കെ എനിക്ക് എങ്ങനെയാ റബ്ബേ കിട്ടുന്നത്? അപ്പോ അള്ളാഹുവിന്റെ മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ നടത്തിയ പ്രാർത്ഥന ഉണ്ട്. പടച്ചോനെ നിന്റെ വാപ്പാക്ക് നിന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കരുണ കാണിക്കണേന്ന് നിന്റെ മക്കൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ സ്വർഗത്തിൽ നിന്റെ സമ്പത്ത് അങ്ങനെ വർദ്ധിച്ചു വരികയായിരുന്നു. ഒരു 100 ഏക്കറുകൾ ഈ ഭൂമിയിൽ വാങ്ങിട്ടാൽ ഈ പറയപ്പെട്ട ഒരു നേട്ടവും കിട്ടൂല. ഒരു വലിയ കൊട്ടാരം തന്നെ നിങ്ങൾ ലോകത്ത് പണിതിട്ടാലും നിങ്ങൾ മരിച്ചുപോയാൽ ആധാരത്തിൽ നിങ്ങളുടെ പേര് മാറി വേറൊരു പേര് വരും. എത്ര വലിയ കാറുകൾ വാങ്ങിട്ടാലും അതിന്റെ ഉടമസ്ഥൻ വേറൊരാളായി മാറും. പക്ഷെ ഈ 3 കാര്യം ഉണ്ടല്ലോ,
ഈ 3 കാര്യം ഈ ലോകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് മരണപ്പെട്ടാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ കൂട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാലിഹായ മക്കളുടെ സ്ഥാനം പ്രവാചകൻ നമുക്ക് എണ്ണിത്തന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നല്ല ചില മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, ഒരു മകൻ, ആ മകൻ വളർന്ന് അവനൊരു പക്വത എത്തി. എപ്പോ ബലഗ 40 സന, ഒരു 40 വയസ്സായി. 40 വയസ്സെന്നത് ജീവിതത്തിലെ വല്ലാത്ത പക്വതയുടെ ഒരു സമയമാണ്. ആ 40 വയസ്സാകുമ്പോൾ നമുക്കറിയാലോ, 40 വയസ്സിലാണ് ഒരു മനുഷ്യൻ, അവന് മക്കളുണ്ടാവും, അവന് കുടുംബം ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവന്റെ മാതാപിതാക്കൾ ഉണ്ടാവും. പലരും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാതാപിതാക്കളെ ഒഴിവാക്കും. മക്കളുടെയും കുടുംബത്തിന്റെയും സന്തോഷത്തിന് വേണ്ടി മാതാപിതാക്കൾ തടസ്സമാകുന്നു എന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായത്തിൽ ആ മാതാപിതാക്കളെ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്നാൽ ഒരു നല്ല മകൻ, ഒരു സ്വാലിഹായ മകൻ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, ഓന് 40 വയസ്സാകുമ്പോ ഖാല, ആ 40 വയസ്സായ മകൻ അവൻ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. പടച്ചോനെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നു. എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, ഒരുപാട് അനുഗ്രഹം നീ എനിക്ക് ചെയ്തു തന്നു. അല്ലാഹുവേ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള കഴിവും ശേഷിയും ഈമാനും ഇഖ്ലാസും ഒക്കെ റബ്ബേ നീ എനിക്ക് തരണേ റബ്ബേ. ഓൻ പ്രാർത്ഥിക്കാൻ അതിന്റെ കൂടെ പറയണേ, വഅലാ വാലിദയ്യ, പടച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് നിഅമത്ത് കൊടുത്തു. ആ നിയമത്ത് കൊണ്ടാണ് ഞാനൊക്കെ ഉണ്ടായതും ഞാൻ ഇങ്ങനെയായതും. അതുകൊണ്ട് റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത ആ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും പടച്ചോനെ നീ എനിക്ക് തൗഫീക്ക് തരണം കേട്ടോ. മക്കളെയും മാതാപിതാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ റബ്ബേ നീ എനിക്ക് കഴിവ് നൽകണം കേട്ടോ. അല്ലാഹുവേ, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് തരണം കേട്ടോ. ഓക്കെ, നിങ്ങൾ വിവരമുള്ള സ്വാലിഹായ ഈമാനുള്ള തഖ്വയുള്ള ഒരു മകൻ. എന്താണ് ആ മകന്റെ പ്രത്യേകത? ഒരു ഭാഗത്ത് തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുമ്പോൾ മറുഭാഗത്ത് തൻ്റെ മാതാപിതാക്കളെ മറക്കാതെ, അവർ തനിക്ക് വേണ്ടി ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മറക്കാതെ ആ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനാവുക. അത്തരമൊരു മകനെ ഈ ലോകത്തൊരാൾക്ക് ലഭിച്ചാൽ അത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് നമ്മളൊക്കെ പല കാര്യത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോഴും ആ അധ്വാനിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണത്തിന്റെ എത്രയോ വലിയ ഗുണമാണ് മക്കളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനത്തിന്റെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ആശയങ്ങളുടെ, നമ്മുടെ തന്ത്രങ്ങളുടെ, നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജാഗ്രത, നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ വസ്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ മറുപടി അതിന് നേരം കിട്ടണ്ടേ? നമുക്ക് നമ്മുടേതായ അധ്വാനങ്ങളില്ലേ, കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, ഉദ്യോഗമുണ്ട്, യാത്ര ഉണ്ട്, വിദേശത്താണ്. അതിൻ്റെ ഇടയ്ക്ക് മക്കളെ നോക്കാനൊക്കെ എവിടെയാണ് സമയമുള്ളത്? അവരെ ശ്രദ്ധിക്കാൻ എവിടെയാണ് നേരമുള്ളത്? സത്യത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാ. അത് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും മക്കളില്ലാത്ത ഒരവസ്ഥ വന്നാൽ എന്താവും നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെ? അതുകൊണ്ട് പൈസ ഉണ്ടാക്കിക്കോളി, അധ്വാനിച്ചോളി, കച്ചവടം ചെയ്തോളി, കൃഷി ചെയ്തോളി. പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഗൗരവത്തോടുകൂടി ഭദ്രമാക്കി വെക്കേണ്ട ഒരു സംഗതി നമ്മുടെ മക്കളുടെ ജീവിതമാണ്, അവരുടെ ജീവിതത്തിന്റെ വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം കൂടി ഓർമ്മയിൽ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഇപ്പോ ഒരു ഡോക്ടറുടെ ഒരു സംസാരം കഴിഞ്ഞ ദിവസം കേട്ടപ്പോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പെട്ടെന്ന് അറ്റാക്ക്, സ്ട്രോക്ക് വന്ന് ICUവിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടറെ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, എൻ്റെ ബാധ്യതകളൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ കെട്ടിച്ചു, പെൺമക്കളൊക്കെ കെട്ടിച്ചു, ആൺമക്കളൊക്കെ സ്വന്തമായിട്ട് വീടായി ജീവിക്കാൻ തുടങ്ങി, എൻ്റെ ബാധ്യതയൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എന്ന് പറയുന്ന ചില ആളുകൾ. സത്യത്തിൽ നമ്മുടെ ബാധ്യത എന്താ? നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? എൻ്റെയും നിങ്ങളുടെയും
ഈ ലോകത്തുള്ള ബാധ്യത എന്ന് പറയുന്നത് അല്ലാഹു തആല ഏൽപ്പിച്ച ബാധ്യത. അതെന്താണെന്നറിയോ? അത് വീട് നമ്മൾ വെച്ചു കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് വെച്ചു കൊടുക്കും വീട്. ഭക്ഷണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ സർക്കാർ കൊടുക്കും. പക്ഷേ നമ്മുടെ മക്കളോട് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ബാധ്യത. നമ്മൾ നരകത്തിൽ പോകരുത്, നമ്മൾ നരകത്തിൽ പോകരുത്. നമ്മുടെ ബാധ്യത തീർന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? നിങ്ങള് സ്വർഗത്തിൽ രണ്ട് കാലും വെച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് പറയാം അൽഹംദുലില്ലാഹ്, എന്റെ ബാധ്യത തീർന്നു. അല്ലേ? നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അത് നമ്മുടെ ബാധ്യതയാണ്, റബ്ബ് ഏൽപ്പിച്ച ബാധ്യതയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ, ഏതൊരു മാതാവും പിതാവും തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മിൻ അദബിൻ ഹസൻ, മിൻ അദബിൻ ഹസൻ, നല്ല അദബ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എന്തു പറയണം, എങ്ങനെ ഇബാദത്തുകൾ ചെയ്യണം, എങ്ങനെ മുസ്ലിമായി ജീവിക്കണം, ആ മതപരമായ മര്യാദകളുണ്ടല്ലോ, ആ മര്യാദകൾ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഒരു മാതാവ്, ഒരു പിതാവ് തന്റെ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും ബലവത്തായ, ഏറ്റവും സമ്പന്നമായ സ്വത്ത്. നമുക്ക് അവരെ ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കാം, അവരെ പണക്കാരാക്കാം, അവരെ കോടീശ്വരന്മാരാക്കാം. പക്ഷേ ആ നമ്മളാക്കിയത് കൊണ്ട് ആ മക്കൾക്ക് ലഭിക്കുന്ന ഫലം അത് എത്ര കാലം അവർക്ക് ഉപകാരപ്പെടും? ഒരു ഡോക്ടർക്ക് ഒരു 500 കൊല്ലം ഡോക്ടറായിട്ട് ജീവിക്കാൻ പറ്റുമോ ഈ ലോകത്ത്? ഒരു എഞ്ചിനീയർക്ക് പറ്റുമോ? ഒരു IAS കാരന് പറ്റുമോ? അതിനപ്പുറം ശാശ്വതമായ ഒരു പരലോക ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ ശിക്ഷിക്കപ്പെടാത്തവരായി സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കുന്നവരാക്കി ആ മക്കളെ മാറ്റാൻ, നല്ല അദബുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഈ ലോകത്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏറ്റവുമേറെ സാധിക്കുന്ന സമയമാണ് ഒരു അവധിക്കാലം. നമ്മുടെ മക്കള് പഠനത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, ഇപ്പോഴത്തെ പഠനത്തിന്റെ പ്രത്യേകത ഞങ്ങൾക്കറിയോ? KG ക്ലാസ് മുതൽ PG ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ, ഒരൊറ്റ പാഠപുസ്തകത്തിൽ പോലും തമാശക്ക് പോലും ഒരു നന്മ പഠിപ്പിക്കുന്നില്ല. ഇന്നത് ഒരു സാമൂഹിക നന്മ, സത്യം പറയണം, കളവ് പറയരുത്, വഞ്ചനയരുത്, മാതാപിതാക്കളെ സ്നേഹിക്കണം, അയൽക്കാരെ ബഹുമാനിക്കണം, ഒരു മനുഷ്യനാവശ്യമായ ധാർമ്മികതയുടെ ഒരു പാഠങ്ങളുമില്ല. ഒരു അത്ഭുതകരമായി ഒരു അധ്യാപകൻ എന്നോട് സൂചിപ്പിച്ചത്, കഴിഞ്ഞ വർഷത്തിന്റെ ഒക്കെ മുമ്പ് നമ്മുടെ പാഠപുസ്തകങ്ങൾ മാറി വരുന്നതിന് മുമ്പ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും അറബി പാഠപുസ്തകങ്ങളിൽ വരെ ആദ്യത്തെ പാഠങ്ങൾ ഒരു പ്രാർത്ഥനയായിരുന്നു. ആദ്യത്തെ പാഠങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ചേക്കും, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആദ്യത്തെ പാഠം ഒരു പ്രാർത്ഥനയാണ്. എല്ലാ അറബി പുസ്തകത്തിലും ആ പ്രാർത്ഥന ചൊല്ലിപ്പഠിച്ച് അതിന്റെ അർത്ഥം പഠിച്ചാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് വരിക. പുതിയ പാഠപുസ്തകങ്ങൾ മാറി വന്നപ്പോൾ അവിടെ പ്രാർത്ഥനകളില്ല, അവിടെ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അള്ളാഹുവിന്റെ പേര് പോലും പറയുന്ന വരികൾ പോലും ഇല്ലാതാക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾ എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് വിവരമുണ്ടാകുന്നുണ്ട് അല്ലെ? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരു മാതാപിതാക്കളുടെ, ഒരു മാതാവിന്റെ പിതാവിന്റെ നിസ്സഹായാവസ്ഥ പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തുൽ അഹ്ഖാഫിലെ 17ാമത്തെ ആയത്ത്. എന്താ നിങ്ങള്? വല്ലദീ ഖാല ലിവാലിദൈഹി, ഒരു വാപ്പിയമ്മയും വയസ്സായ വാപ്പിയമ്മയും ആ വാപ്പിയമ്മയും അവരുടെ മകനോടോ മകളോടോ പറയാണ്, മോനെ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടത്, നമുക്ക് മരിച്ചു പോണ്ടേ, പടച്ചോന്റെ അടുത്ത് ചെല്ലണ്ടേ, അള്ളാന്റെ വിചാരണല്ലേ, അവിടെ നരകസ്വർഗല്ലേ, അതുകൊണ്ട് നിന്റെ കുട്ടി നന്നാവണം കേട്ടോ എന്ന് ആ മാതാപിതാക്കൾ മകനോട് പറയുമ്പോ വല്ലദീ ഖാല ലിവാലിദൈഹി, ആ മകൻ അല്ലെങ്കിൽ മകൾ ആ മാതാപിതാക്കളോട് പറയുന്ന ഒരു മറുപടി എന്താ? നിങ്ങൾ ഉഫ്ഫില്ലക്കുമാ, നശിച്ചു പോകട്ടെ ഒരു ബാപ്പിയമ്മയും. മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നുകൂടി വേറൊരു ഭാഷ പ്രയോഗിക്കാം, പക്ഷെ അത് ഈ മിമ്പറും എന്ന് പറയാൻ പറ്റാത്ത ഭാഷ. നശിച്ചു പോകട്ടെ ഈ ബാപ്പാന്റെ ഇമ്പാന്റെ ഒരു സ്വൈരക്കേട് ഇവരെ കൊണ്ട് കുടുങ്ങിയാലോ.
വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയി, അവരാരും മണ്ണിന് ഇതുവരെ നീച്ചു വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇന്നെ പറഞ്ഞ് പേടിപ്പിക്കുക, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമുണ്ട്, പിന്നെ ഒരു ജന്മമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇന്നെ പേടിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് കുടുങ്ങിയാലോ ഒരു നശിച്ച ബാപ്പിമ്മയും. എന്നിട്ട് ഇതൊന്ന് കേൾക്കുമ്പോ ആകപ്പാടെ ബേജാറായിട്ട് തലയിൽ കൈവച്ചിട്ട് ആ ബാപ്പിമ്മയും, പടച്ചോനെ എന്റെ കുട്ടി പറയണേ കേട്ടില്ലേ, എന്റെ കുട്ടി എന്താണ് ഈ പറയുന്നത്, ആ ബാപ്പിമ്മയും കരയാൻ. എന്നിട്ട് ആ ബാപ്പിമ്മയും മോനോട് പറയണ്ടേ, വൈലക് ആമീൻ, മോനെ ഇത് നിനക്ക് നാശാട്ടോ, ഇത് നിനക്ക് നാശാണ്, നിന്റെ ഈ സംസാരം, നിന്റെ ഈ പെരുമാറ്റം, ഇത് നിനക്ക് നാശാണ്, അതുകൊണ്ട് ആമീൻ മോനെ, നീ വിശ്വസിക്ക്, ഈ അള്ളാഹുവിലും പ്രവാചകനിലും ഒക്കെ നീ ഒന്ന് വിശ്വസിക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, മോനെ അള്ളാന്റെ വാക്ക് സത്യാട്ടോ, റസൂലിന്റെ വാക്ക് സത്യാട്ടോ. ആ ബാപ്പിമ്മയും കരഞ്ഞു പറയുമ്പോഴേ ആ മകന്റെ മറുപടി ഉണ്ട്. അവൻ പറയാണ്, മഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലിൻ, എന്റെ ബാപ്പ ഇതൊക്കെ പൊട്ടത്തരാ, ഇതേതൊക്കെയോ മൂല്യമാര് പണ്ടുള്ള ആൾക്കാര് ഓർക്ക് ജീവിക്കാൻ വേണ്ടി ഓരങ്ങനെ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളാണ്, ഇതിലൊന്നും ഒന്നുമില്ല, ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല, ഇതൊക്കെ കള്ളക്കഥകളാണ് എന്ന് ആ മകൻ ആ മാതാപിതാക്കളോട് പറയുമ്പോ നെഞ്ചുപൊട്ടിയിരിക്കുന്ന ഒരു വാപ്പാന്റെയും മാന്റെ ചിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നവരെ? ഏതൊരു കുട്ടിയും ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോഴേ ശുദ്ധ പ്രകൃതനായിട്ടാ ജനിച്ചു വീണ്. എങ്കറിയോ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടി ഒരു കുട്ടിപ്രായത്തിൽ മരിച്ചാലേ ഓൻ സ്വർഗത്തിലാ. എന്താ കാരണം എന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും നിഷ്കളങ്കനായിട്ടാ പിറന്നു വീണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവനെ അഗ്നിയാരാധകനാക്കുന്നത്, അവനെ മതമില്ലാത്തവനാക്കുന്നത്, അവനെ മറ്റു ചിന്താഗതിക്കാരാക്കുന്നതിലൊക്കെ അവന്റെ മാതാപിതാക്കൾക്ക് വലിയ പങ്കിട്ടതാ. ആ മാതാപിതാക്കൾ ഒന്നുകിൽ അവനെ മുസ്ലിമായിട്ട് വളർത്താൻ ശ്രദ്ധിക്കാതിരിക്കുക, രണ്ടാമത് അപകടകരമായ ആശയങ്ങളും വിശ്വാസങ്ങളും അവനിലേക്ക് കുടിയേറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ പറഞ്ഞു തിരുത്താനോ ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ ശുദ്ധ പ്രകൃതനായി സ്വർഗാവകാശിയായി മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ മക്കളെ നരകത്തിന്റെ വിറകാക്കി മാറ്റുകയാണ് ആ മാതാപിതാക്കളുടെ അശ്രദ്ധയും അവരുടെ ജാഗ്രത ഇല്ലായ്മയും. അവസാനം നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകുന്ന ആ മക്കൾ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് പറയുന്ന ഒരു വാക്ക് അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്. പടച്ചോനെ, എന്നെ ഈ വഴിപിഴച്ച ഈ നരകത്തിന്റെ വിറകാക്കി മാറ്റാൻ വേണ്ടി ഏറെ ശ്രമിച്ച രണ്ടാൾക്കാരുണ്ട്. ഒന്നിന്റെ വാപ്പിമ്മയാണ്, ഓരോന്ന് കാണിച്ചോണ്ട് റബ്ബേ, അവരെ രണ്ട് ചവിട്ടിയിട്ട് ഞങ്ങൾ നരകത്തിലേക്ക് പോയിക്കോളാം. എന്തിനറിയോ? തങ്ങൾ ഈ നരകാവകാശികളായി മാറാൻ ഏറ്റവുമേറെ ശ്രദ്ധിച്ചത്, കാരണക്കാരായത് മാതാപിതാക്കളാണ്. അവരുടെ പെരുമാറ്റമാണ്. തെറ്റ് ചെയ്തപ്പോൾ അവർ തിരുത്തിയില്ല, ശരികൾ അവർ പറഞ്ഞു തന്നില്ല, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ മോശമാണെന്ന് പറഞ്ഞില്ല, നന്മയിലേക്ക് അവർ വിളിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് നരകത്തിലെത്തുവാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ മാതാപിതാക്കളുടെ സപ്പോർട്ട്. അവർക്ക് ഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, പൈസയുണ്ട്, സമയമുണ്ട്, ടൂറുണ്ട്, അവസരങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങളെ ഈ നരകത്തിലേക്ക് എത്തിച്ചത് എന്ന് മക്കൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയുന്ന ഒരു നാളെയെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ എന്താ ചെയ്യാ, എനിക്കെന്താ ചെയ്യാനുള്ളത്, എനിക്കൊന്നും ചെയ്യാനല്ലോ, കരഞ്ഞു തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. മാതാപിതാക്കൾ രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കല, അതൊരു അമാനത്ത് ഏറ്റെടുക്കല. നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് തന്ന ഒരു അമാനത്താണ്. ആ അമാനത്ത് ഭംഗിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് ആ മക്കളോട് നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ആ മക്കളിൽ പ്രയോഗവൽക്കരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മക്കളെ ഉപദേശിക്കുന്ന സുന്ദരമായ ചില മുഹൂർത്തങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശമായി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് സംസാരിക്കുന്ന സന്ദർഭം.
വഹുവ യഅ്ലുഹു, അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുകയാണ്. ഉപദേശം നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ ഇത്രയും ഇഷ്ടപ്പെടാത്തൊരു സംഗതി വേറെ ഉണ്ടാവില്ല. പക്ഷേ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ചേർത്ത് പിടിച്ചിട്ട് ആ മകനെ ഉപദേശിക്കുക. ആ ഉപദേശിക്കുമ്പോ അദ്ദേഹം പ്രയോഗിക്കുന്ന ഭാഷ യാ ബുനയ്യ, യാ ബുനയ്യ, എടാ കുരുത്തം കെട്ടോനേന്നല്ല, അല്ലെങ്കിൽ എടാ വൃത്തി കെട്ടോനേന്നല്ല, തല തിരിഞ്ഞോനേന്നല്ല. യാ ബുനയ്യ, ബുനയ്യ എന്നുള്ള പദം ഉണ്ടല്ലോ, തൻ്റെ മകൻ എന്ന ആ വിളിയെ ഏറ്റവും മൃദുലമായിട്ടും മനോഹരമായിട്ടും മധുരമായിട്ടും എങ്ങനെ വിളിക്കാൻ പറ്റുമോ അതിനുപയോഗിക്കുന്ന പദാണ് യാ ബുനയ്യ. എന്തായാലും പറയാ, എന്റെ തങ്കക്കൂടെ എന്നോ ചക്കരക്കുട്ടിയെന്നോ എന്തോ ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും വായിൽ വരുന്ന മക്കളെ വിളിക്കുന്ന ചില പദങ്ങളുണ്ട്. അത് ചിലപ്പോൾ പുറത്ത് പറയുന്നത് കേട്ടാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അത് സ്നേഹത്തിന്റെ വിളിയാ. ആ വിളിക്ക് അറബിയിൽ ഉപയോഗിക്കുന്ന പദാണ് യാ ബുനയ്യ, അതായത് സ്നേഹത്തിന്റെ അങ്ങേ തലക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്യം നമ്മൾ മറക്കരുത്. നമുക്ക് പലപ്പോഴും കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ കുട്ടികൾ മോശക്കാരോ അല്ലെങ്കിൽ അവരേറെ വൃത്തികെട്ടവരൊക്കെ മാറും. എന്നിട്ട് അവരെ കുറിച്ച് മോശമായ ഭാഷയിൽ സംസാരിക്കും. മാതാപിതാക്കൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരും. എൻ്റെ കുട്ടിയല്ലേ അങ്ങനെ ഇക്കാരം, നിങ്ങളെ കുട്ടിയല്ലേ അങ്ങനെ ഇക്കാരം, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, അക്രിമു ഔലാദക്കും, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കണം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. അക്രിമു പറഞ്ഞതാ, അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരാരങ്ങള്? മനുഷ്യന്റെ കുട്ടിയാണ്. എന്താ മനുഷ്യന്റെ പ്രത്യേകത അറിയോ? മനുഷ്യൻ അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ്. ഫലഖദ് കറംന ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചവരാ നമ്മുടെ മക്കളെ. ഓനാരാ? ഓന്റെ മകനല്ലേ, ഓന്റെ മകനാവാം, പക്ഷേ അള്ളാഹു ആദരിച്ച ഒരു മനുഷ്യപുത്രനാണ്. അതുകൊണ്ട് തന്നെ അക്രിമു ഔലാദക്കും, മക്കളെ തെറി പറയുക, അവരെ ശപിക്കുക, അവരെ മോശപ്പെട്ട പദങ്ങൾ കൊണ്ട് പ്രയോഗിക്കുക, ഇതൊന്നും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാവാനേ പാടില്ല. അക്രിമു ഔലാദക്കും, മക്കളെ നിങ്ങൾ ആദരിക്കണം. വഅഹ്സിനു അദബഹും, അഹ്സിനു അദബഹും, അവർക്ക് നല്ല നല്ല അദബ്, നല്ല മര്യാദയോടുകൂടി അവരോട് പെരുമാറുകയും അവർക്ക് നല്ല മര്യാദകൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. മാതാപിതാക്കൾ അവർക്ക് മാതൃകയാവണം. ആ മാതാപിതാക്കളിലൂടെ അവർ നന്മയെ സ്നേഹിക്കണം. ആ മക്കളോട് വൃത്തികേടുകളോ വേണ്ടാത്തരങ്ങളോ ഉണ്ടാവാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ ആ വീട്ടിലെ സ്ത്രീ ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മകനെ വീട്ടിലേക്ക് വിളിച്ചു, മോനെ വാ, കളി മതിയാക്കി വരാൻ. ആ കുട്ടി മടിച്ചപ്പോ ആ ഉമ്മ മകനോട് പറഞ്ഞു, നീ വന്നാൽ ഞാൻ നിനക്കൊരു സമ്മാനം തരാം, ഒരു സാധനം തരാം. ഇത് കേട്ടപ്പോ മകൻ കളിക്കുന്നിടത്ത് നിന്ന് ഓടി വീട്ടിലേക്ക് വരിക, കൊച്ചുകുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ മകൻ വരുമ്പോ അവന് കൊടുക്കാൻ എന്താണ് നിന്റെ അടുത്തുള്ളത്? നീ ഒരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഓടി വരുന്നേ. അവൻ വരുമ്പോൾ നീ എന്താ അവന് കൊടുക്കുക? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറഞ്ഞു, അവന് കാരക്ക വലിയ ഇഷ്ട, ഒരാളിപ്പോ കുറച്ച് കാരക്ക കൊണ്ടുവന്നിരുന്നു, ഞാനൊരു 2 കാരക്ക അവന് കൊടുക്കാൻ വേണ്ടി പാത്തു വെച്ചിട്ടുണ്ട്, അതോന് ഭയങ്കര ഇഷ്ടാവും, ഞാൻ അത് അവന് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോടും നമ്മളോടും പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നും കൊടുക്കാതെയാണ് അവനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നീ അങ്ങനെ പറഞ്ഞിരുന്നത് എങ്കിൽ നീ ആ പറഞ്ഞത് ഒരു കളവായി അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുകയും ആ കളവിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ ആ സ്ത്രീയിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് എന്തു ആവാം, അവരോട് എങ്ങനെയാവാം, ഒരു വട്ടന്മാരാണ്, ഒരു വിവരമില്ലാത്തവരാണ്, ഓരോട് എങ്ങനെ പെരുമാറാം എന്ന ധാരണ നമ്മൾ തിരുത്തണം. നമ്മൾ ആദരിക്കേണ്ടവരും നമ്മൾ നല്ല മര്യാദയോടുകൂടി പെരുമാറേണ്ടവരുമാണ് നമ്മുടെ മക്കൾ എന്നത് നമ്മൾ മറക്കാതിരിക്കണം. ഇവിടെ യാ ബുനയ്യ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, പൊന്നാര മോനെ, എന്ത് വീടും എന്തു ആയിക്കോട്ടെ, സ്നേഹത്തിന്റെ ഏറ്റവും നല്ല പദം. എന്നിട്ട് അദ്ദേഹം തന്റെ മകനോട് ഒന്നാമതായി പറയുന്ന ഉപദേശം കാര്യങ്ങള് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ ജീവിതത്തിലെ ശിർക്ക് വന്നു പോകരുത് കേട്ടോ. അതൊക്കെ ഇപ്പൊ കുട്ടികളോട് പറയണ്ടേ? അതൊക്കെ 40 വയസ്സായിട്ട് വല്ല ഗണ്ണന പ്രസംഗത്തിലൊക്കെ പറഞ്ഞാൽ പോരെ? ഈ ചെറിയ മക്കളോടൊക്കെ ശിർക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ മനസ്സിൽ വിഷണ്ടാക്കണോ? എൻ്റെ പൊന്നാറ സഹോദര സഹോദരി, ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവുമേറെ പേടിക്കേണ്ടത് ക്യാൻസറും ഹെപ്പറ്റൈറ്റിസ് ബിയും അല്ലെങ്കിൽ എയ്ഡ്സും ഒന്നും അല്ല. അതൊക്കെ ഉണ്ടായാൽ
പരമാവധി അതൊക്കെ ചികിത്സിച്ച് മാറ്റപ്പ കാലുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ മരിക്കുന്നല്ലേ ഉള്ളൂ. എന്നാൽ മരണത്തിനപ്പുറവും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത വിധം അതികഠിനമായ വേദനയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ശിർക്ക്. ഇപ്പോഴത്തെ കാലത്തെ ഈ കള്ളക്കഥകളും മായാവി കഥകളും വേണ്ടാത്ത കഥകളും സിനിമകളും തിരക്കഥകളൊക്കെ കണ്ടമാനം നടക്കുക സമൂഹത്തിൽ. ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സിലെ ശിർക്ക് വല്ലാതെ മുളപൊട്ടുന്നുണ്ട്. അവിടെ പേടി പള്ളിക്കൊക്കെ പണ്ട് കാലത്തൊരു മുജാഹിദിന്റെ കുട്ടിയാണെങ്കിൽ ഓൻ ഏത് നട്ടപ്പാതിരക്കും ഖബർസ്ഥാനിൽ കൂടെ നടന്നു പോകും. ഓന് പ്രേതവിശ്വാസമല്ല, ഓൻ അങ്ങനെ ഒന്നിനും പേടില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. വാഴന്റെ കൈ ഇളങ്ങിയവരെ അത് വേറെന്തെങ്കിലും കാണ് എന്ന് പേടിക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ പുരോഗതി ഉണ്ടെങ്കിലോ അന്ധവിശ്വാസത്തിന് ഭയങ്കര വളക്കൂറുള്ള മണ്ണാത്. എന്തുമാത്രം ടെക്നോളജിയാ ലോകത്ത് ഓരോ ദിവസം. എന്നിട്ടും കണ്ട ഞങ്ങൾ ആശുപത്രി പ്രസവിക്കണോ, വീട്ടിൽ പ്രസവിക്കണോ, എവിടെയാ പ്രസവിക്കേണ്ടത്, വീട്ടിൽ പ്രസവിച്ച് മരിച്ചാൽ പോലും അത് പുണ്യാണ് എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ വലിയ പാതിരിമാര് അപ്പോസ്തലന്മാര് നാടുവാഴുന്ന കാലത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം, ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യം അത് വെറുതെ ആവൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മനസ്സിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചിന്ത എന്താ നിങ്ങള് ഇതന്നെയാ, മക്കളെ ശിർക്ക് ഉണ്ടാകരുത് കേട്ടോ. അപ്പൊ മക്കൾ ചോദിക്കും, എന്താ അപ്പ ഈ ശിർക്ക് എന്ന് പറഞ്ഞാല്, എന്താ അമ്മ ഈ ശിർക്ക് എന്ന് പറഞ്ഞാല് പറഞ്ഞു കൊടുക്കണം. അവിടെ തുടങ്ങണം അവർക്കുള്ള ഒന്നാമത്തെ പാഠം. അവർ നരകത്തിന്റെ വറകാവാതിരിക്കാൻ അറിയില്ലല്ലോ. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കായിരുന്ന കാലത്ത് ഒരു മുജാഹിദായ കുട്ടി എന്ന് പറഞ്ഞാല് ഓനൊരു ആദർശമുണ്ട്. ആ ആദർശം എവിടെ പറയും, അത് ആരെ മുമ്പിലും പറയും, തർക്കിക്കും. ക്ലാസ് റൂമിലൊക്കെ 2 വിഭാഗമായിട്ട് തർക്കിക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. ഇപ്പൊ നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും ആ വിഷയത്തിൽ തർക്കിക്കാൻ അറിയോ? ഓർക്ക് അറിയോ എന്തെങ്കിലും? അത് നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കോളെ, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, നമുക്കറിയില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആദർശത്തിന്റെ ഒരു വ്യത്യാസം അറിയില്ല, അവരങ്ങനെ ഒഴുകി പോവുക അല്ലേ. അപ്പോ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉപദേശത മോനെ ലാ തുശ്രിക്കുമില്ല, ജീവിതത്തിൽ ശിർക്കുണ്ടാകരുത് കേട്ടോ. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സംഗതി, അള്ളാഹിനോട് പറയേണ്ട സംഗതി, അള്ളാഹിനോട് ചോദിക്കേണ്ട സംഗതി അള്ളാഹിനോടല്ലാതെ ഒരു മഖ്ലൂക്കിനോടും ചോദിക്കരുത് കേട്ടോ, പറയരുത് കേട്ടോ, കൊടുക്കരുത് കേട്ടോ. കാരണം എന്താ പറഞ്ഞാറിയോ, ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ ശിർക്ക് എന്ന് പറഞ്ഞാലേ അത് സാധാരണ അല്ല കേട്ടോ, അത് ഈ ലോകത്തിലെ ഏറ്റവും കഠിനമായ കുറ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അക്രമം ഈ ലോകത്തില്ല എന്ന് തുടങ്ങി ആ മക്കൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വിലപ്പെട്ട ഉപദേശമുണ്ട്. നമുക്കൊരു പാടാം. എന്താ പാഠം എന്നറിയോ, നമ്മുടെ മക്കള് എത്ര വലുതായാലും ഒരു നമ്മുടെ മക്കളാണ്, എത്ര വലുതായാലും. ചിലപ്പോൾ നമ്മൾ പറയേണ്ടത് കുരുത്തം കേട്ടോ, ഓൻ്റെ മകനല്ല, ഞാൻ ഓൻ്റെ വാപ്പിയല്ല, ഇറങ്ങിപ്പോയിക്കോട്ടെ എൻ്റെ വരിന്ന്. തീരൂല കൂട്ടരെ. നാളെ പരലോകത്തെ ഇങ്ങളെയൊക്കെ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോഴേ, ഇന്നെ പടച്ചോൻ വിളിക്കുമ്പോ അലീഷാക്കിർ എന്ന് വിളിക്കുമ്പോഴേ എന്റെ ബാപ്പാന്റെ പേര് കൂട്ടിയാ വിളിക്കുക, അലീഷാക്കിർ ബിൻ ഹുസൈൻ, ഹുസൈന്റെ മകൻ അലീഷാക്കിർ വാന്നാ പറയാ. നമ്മളെ ഓരോരുത്തരെ വിളിക്കുമ്പോഴും നമ്മളെ ബാപ്പാന്റെ പേര് ചേർത്താ വിളിക്കുക, നമ്മുടെ മക്കളെ വിളിക്കുമ്പോഴേ നമ്മളെ പേര് ചേർത്താ വിളിക്കുക. നമ്മളെങ്ങനെ മുറിച്ചിട്ടാലും ആ മുറിവാവൂല, ഒരു നമ്മളെ കൂടെ ഉണ്ടാവും, പരലോകത്തെത്തോളം പിന്നെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് നന്മകൾ ഉണ്ടാകാൻ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ഗുണകാംക്ഷയോടുകൂടി, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ എന്താ ചെയ്യുക, അത് കയറൂരി വിടല്ല, വിട്ടാൽ നമ്മുടെ മക്കൾ പോകുന്നത് അപകടത്തിന്റെ പിടിച്ചാൽ കിട്ടാത്ത കയത്തിലേക്കാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ലഹരിയുടെ, സെക്സിന്റെ, അനാചാരങ്ങളുടെ, അധാർമികതയുടെ കള്ളക്കഴുകന്മാർ അവരുടെ കൂർപ്പിച്ച കൊക്കുമായി കാത്തിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മുടെ മക്കള്. ഒരു തള്ളക്കോഴി പിലാവിന്റെ കൊമ്പത്ത് കാക്കണ്ടെങ്കിലേ തള്ളക്കോഴി മക്കളെ ചിറകിന്റെ ഉള്ളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇരുത്തണ്ടല്ലോ, ആ ഇരുത്തം ഇരിക്കേണ്ട കാലം അത് ചേർത്തു പിടിക്കണം. ചിലപ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ ശാസിക്കേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും, വാടാവിടെ നിന്ന് മുഖം കറുപ്പിച്ച് പറയേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയേണ്ടി വരും. പറയേണ്ടിടത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പറയാൻ ഒരു പക്ഷേ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ലോകത്ത് 2 തരത്തിലുള്ള അറിവുണ്ട്. ഇത് അറിവിൻ്റെ കാലമാണ്. വിസ്ഫോടനം, വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലമാണ്. എന്താ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ? ഒരണു, അതിസൂക്ഷ്മമായ ഒരണു, ഒരാറ്റം അതിങ്ങട്ട് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതിശക്തമായ ഒരു ഊർജമുണ്ട്. അതുപോലെ അറിവിൻ്റെ വല്ലാത്ത വിസ്ഫോടനം ഉണ്ടാകുന്ന ഒരു കാലം അത്. ഈ അറിവ് 2 തരത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള 2 പ്രാർത്ഥന. ഒന്ന്, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ. അള്ളാഹുവേ, ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ റബ്ബേ. എന്താണ് ഈ ഉപകാരപ്രദമായ അറിവ്? ഈ ലോകത്ത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ, നാളെ പരലോകത്ത് സ്വർഗാവകാശിയായി മാറാൻ അതിന് സഹായിക്കുന്ന അറിവ്. അത് ഭൗതികമായ അറിവാവാം, അത് ദീനിയായ അറിവാവാം, നല്ല ഉപജീവനം കണ്ടെത്താനുള്ള ഹലാലായ ജീവിതം നേടാനുള്ള അറിവാവാം. അതൊക്കെ ഇൽമൻ നാഫിഅൻ, അതൊക്കെ ഉപകാരപ്രദമായ അറിവിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള മറ്റൊരു പ്രാർത്ഥന എന്താ പറയുക? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഉപകാരം ചെയ്യാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. പേടി, ഉപകാരപ്പെടാത്ത, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ ചീത്തയാക്കുന്ന, നമ്മുടെ ബോധങ്ങളെ ഇല്ലാതാക്കുന്ന, ധാർമ്മികതയെ തകർത്ത് കളയുന്ന ആ അപകടകരമായൊരു അറിവുണ്ട്. ആ അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഔദു ബിക, അഭയം തേടുക, പേടി. പടച്ചോനെ, ആ അറിവിനെ നീ എനിക്ക് തരരുതിട്ടോ, ആ അറിവിനെ എൻ്റെ ചിന്തയിലേക്ക് നീ കൊണ്ടുവരരുതിട്ടോ, ആ അറിവിനെ എൻ്റെ മനസ്സിലേക്ക് നീ കൊണ്ടുവരരുത് റബ്ബേ. ആ അറിവിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. എന്താ അപകടങ്ങൾ? അറിവ് അത് മനുഷ്യൻ്റെ ചിന്തയെ, അതിലൂടെ അവൻ്റെ പ്രവർത്തനങ്ങളെ, അവൻ്റെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഇത് അറിവിൻ്റെ വിസ്ഫോടനത്തിൻ്റെ കാലം. വിരൽ തുമ്പത്താണ്. ലൈബ്രറികൾ വേണ്ട, വലിയ പ്രഭാഷണങ്ങൾ വേണ്ട, പണ്ഡിതന്മാരെ തേടി പോകണ്ട, യൂണിവേഴ്സിറ്റികൾ പരതണ്ട. അവൻ്റെ വിരൽ തുമ്പത്തുണ്ട്. അവന് കിട്ടേണ്ടത് ഒരു സാധനം, ഒരു ഉപകരണം നമ്മുടെ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറി നിന്നോളൂ. അവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതകാലത്തിൽ ഞാൻ പറയുന്നത് ഒരു 1980-കളിൽ 70-കളിൽ 90-കളിലൊക്കെ ജീവിതം തുടങ്ങിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അവരെ പറ്റി ഞാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾക്ക് ആഗ്രഹമുണ്ടായിട്ടും നമ്മൾ ചെയ്യാതെ പോയത്, പ്രവർത്തിക്കാതെ പോയത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു. അത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, ചോദിക്കാൻ മടിയായിരുന്നു, അറിവില്ലായിരുന്നു. ആ അറിവില്ലായ്മ കൊണ്ട് മാറി നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ തലമുറക്ക് അങ്ങനെയല്ല. അവർക്ക് അറിവ് അവരുടെ വിരൽ തുമ്പത്തുണ്ട്, സൗകര്യങ്ങൾ അവരുടെ വിരൽ തുമ്പത്തുണ്ട്. അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് മനോഹരമായി കിട്ടാനുള്ള സാഹചര്യങ്ങൾ അവരുടെ വിരൽ തുമ്പത്തുണ്ട്. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പൊറാട്ടയും ചാപ്സും കഴിക്കണം. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്നത് വലിയ ഭക്ഷണമാണല്ലോ. പക്ഷെ ഞാൻ ആ ഭക്ഷണം കഴിച്ചത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 3 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്നിപ്പം നമ്മളെ കുട്ടിക്ക് ഇപ്പം 2 മണിക്ക് തോന്നുക ഓനൊരു മന്തി കഴിക്കണം തോന്നിയാൽ ഓന് മിനിറ്റുകൾ കൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് അത് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും അങ്ങനെ തന്നെ. നമ്മളൊക്കെ ചിലപ്പോൾ ചെറുപ്പകാലത്ത് ചില തെറ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ തെറ്റിനു വേണ്ടി കാത്തിരുന്ന് ആ കാത്തിരിപ്പിൻ്റെ ഇടയ്ക്കെപ്പോഴോ അത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് എന്നാ പിന്നെ അങ്ങനെ വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നിട്ടുണ്ട് പലപ്പോഴും. ഇന്നങ്ങനെയല്ല. കാത്തിരിപ്പിന്റെ സമയമല്ല. ആഗ്രഹിക്കുന്നത് ആ സെക്കൻഡിൽ തന്നെ നടക്കുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനോ മാറി നിൽക്കാനോ ഈ പുതിയ തലമുറക്ക് അവസരം കിട്ടുന്നില്ല, സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന അറിവുണ്ടല്ലോ, ആ അറിവ്, അതിലേതാ നല്ല അറിവ്, ഏതാ ചീത്ത അറിവ്, അത് വേർതിരിക്കാനുള്ള കഴിവ് മക്കൾക്കില്ല. 3 വയസ്സ് മുതലേ
അവന്റെ കയ്യിൽ മൊബൈൽ ഫോണുകളാ. ആ 3 വയസ്സ് മുതൽ അവനങ്ങനെ അറിവുകൾ അന്വേഷിക്കുക, അറിവുകൾ അവനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ അറിവുകളിൽ നല്ല അറിവ് ഏതാണ്, ചീത്ത ഏതാണ്, അത് വേർതിരിക്കാൻ ആ കുട്ടിക്ക് കഴിവില്ലല്ലോ. അത് വേർതിരിക്കാൻ അള്ളാഹ് ആ കുട്ടിക്ക് നിശ്ചയിച്ചു കൊടുത്തതാ ഒരു വാപ്പാനി ഒരു ഉമ്മാനി. ആ വാപ്പാക്കും ഉമ്മാക്കും അതിന് നേരല്ല. ആർക്കാപ്പ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേരല്ലേ? നമുക്ക് നേരല്ല. നമുക്ക് പിന്നെ എന്തിനാ നേരല്ലേ? നമ്മളെന്താ ചെയ്യണ അറിയില്ല, പക്ഷെ നമുക്ക് നേരല്ല എന്നുള്ളൊരു സത്യ. നമുക്ക് നേരല്ല. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊന്നും അറിയില്ല, പക്ഷെ നേരല്ല. ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും. നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറയണേ, യാ ബുനയ്യ, മോനെ, ഇതൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, നീ ചെയ്യുന്ന ഒരു കാര്യം അത് ഒരു കടുകുമണിന്റെ അത്രയുള്ള ചെറിയൊരു കാര്യമാണ്, ചെറുതാണ്. ഒരു ഹർദൽ പറഞ്ഞാൽ കടുകുന്ന, ഒരു കടുകുമണിയോളം വലിപ്പമുള്ളൊരു കാര്യം നീ ചെയ്യണ വിചാരിച്ചോ. ഇനി അതാവട്ടെ ഫതകുൻ ഫീ സഖറത്തിൻ, ആ സംഗതി ഒരു പാറന്റെ ഉള്ളിലാണ്. ഔ ഫി സമാവാതി, അല്ലെങ്കിൽ ഈ വിശാലമായ ആകാശത്തിൽ എവിടെയോ ആണ്. ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഈ മഹാസമുദ്രമുള്ള ഈ ഭൂമിയിൽ എവിടെയോ ആണ്. ആ ചെറിയ കാര്യം എത്ര ചെറുതാണെങ്കിലും അത് എവിടെയാണെങ്കിലും നാളെ നിന്നെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോഴേ ആ സംഗതി നിന്റെ മുമ്പിൽ പടച്ചോൻ കൊണ്ടുവരും, നിന്റെ മുമ്പിൽ റബ്ബ് കൊണ്ടുവരും. അതിനെക്കുറിച്ച് നീ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് മോനെ, ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. പറഞ്ഞു കൊടുക്കുക തൻ്റെ മകന്, അല്ലേ? അപ്പോൾ നമ്മുടെ മക്കളെ കുറിച്ച് നല്ല സ്നേഹത്തോടെ, നല്ല ഗുണകാംക്ഷയോടെ, അവർക്ക് അറിവുകളുടെ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കൊടുങ്കാറ്റുകളിൽ കല്ലും നെല്ലും വേർതിരിക്കാൻ, നെല്ലും പതിരും വേർതിരിക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. ഇന്നതൊക്കെ ശരിയാണ്, ഇന്നതൊക്കെ തെറ്റാണ് എന്ന് ആ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുക? അവധിക്കാലത്ത് ഒന്ന് നമ്മുടെ MSM പോലെയുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ കുട്ടികൾക്ക് വേണ്ടി മോറൽ ക്ലാസുകൾ നടത്തുന്നുണ്ട്. പലയിടങ്ങളിലും ഈ പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് കൗമാരത്തിൽ നിന്ന് യൗവനത്തിൻ്റെ സ്ഫോടനാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ അവധിക്കാല റിലീജിയസ് ക്ലാസുകൾ, മതപഠന ക്ലാസുകൾ, ആ ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ നാട്ടിലെ ഇൻഷാ അല്ലാഹ് ഈ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി, കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ അണ്ടിക്കുന്ന് നജാത്തുൽ അനാമിലാണ്. MGMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ക്യാമ്പാണ്. 14 മുതൽ 18 വരെ വരുന്ന തിങ്കളാഴ്ച മുതൽ അതുപോലെ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ ഒരു ക്ലാസ്. മതപരമായ, കർമ്മശാസ്ത്രപരമായ, വിശ്വാസപരമായ, ചരിത്രപരമായ മര്യാദകൾ, നടപടിക്രമങ്ങളിലൊക്കെ ഒരു 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 പെൺകുട്ടി പാലിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് വർത്തമാനകാലത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പണ്ഡിതോചിതമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ 10ാം ക്ലാസ്സിൻ്റെ മുകളിലേക്കുള്ള, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതോ അതിൻ്റെ മുകളിൽ പഠിക്കുന്നതോ ആയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ 14 മുതൽ 18 വരെയുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വ്യാഴാഴ്ച, ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഒരു ഗൈഡൻസ് ക്ലാസ്, അതായത് 10ാം ക്ലാസ് +2 ഒക്കെ കോഴ്സുകൾ പൂർത്തിയാകുന്ന കുട്ടികൾ, അവരൊക്കെ പലപ്പോഴും അവരുടെ കൂട്ടുകാർ പറയുന്നത് കേട്ട് അവിടെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോലോ, ഇവിടെ എങ്ങനെ ഉണ്ടോലോ, അതിൽ പഠിച്ചാൽ വേഗം ജോലി കിട്ടുമല്ലോ, അതിങ്ങനെയാണോലോ, ബാപ്പാക്കും മാക്കും പോലും അറിയില്ല. ഒരു പൈസ കൊടുക്കാൻ മാത്രം, ഒരു പൈസ കൊടുക്കും, മക്കൾ പാതി വഴിയിൽ പഠനം നിർത്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരൂല. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളെന്ന് രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കീഴിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ECGC. ആ ECGCയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തന്നെ ഒരു ക്ലാസ് നയിക്കുന്നുണ്ട്. വരുന്ന വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 12 മണി വരെ നമ്മുടെ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ്.
10ാം ക്ലാസ് കഴിഞ്ഞ അതിൻ്റെ മുകളിലേക്ക് പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പറ്റുമെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളെ പരമാവധി കൂടെ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെറിയ ചെറിയ യാത്രകളൊക്കെ നമ്മൾ ആ കുട്ടികളെ അവരെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കല്ല, അവരെയും നമ്മളുമായിട്ട് ചില യാത്രകളൊക്കെ നടത്തുക. അതേപോലെ തന്നെ ആ കുടുംബങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ കുടുംബങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മൾ മരിച്ചു പോയാൽ പിന്നെ നമ്മളെ കുടുംബത്തിന്റെ വേര് പോലെ ഈ കുട്ടിയൊക്കെ അറിയില്ല. അപ്പൊ നമ്മുടെ മക്കളെയും കൊണ്ട് കുടുംബങ്ങളെയൊക്കെ സന്ദർശിക്കുക. പറ്റുകയാണെങ്കിൽ പാലിയേറ്റീവ് സെന്ററുകളും അതേപോലെ മെഡിക്കൽ കോളേജിൽ, അതേപോലെ തന്നെ രോഗത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവരുടെ കഥകളൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ അവരുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വാഹനങ്ങളുമായിട്ട് ലൈസൻസ് ഇല്ലാത്ത പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരു 18 വയസ്സാവാത്ത കുട്ടി വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അവന് ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. നമ്മുടെയൊക്കെ മക്കൾ നമ്മളെക്കാൾ മനോഹരമായിട്ട് ഓടിക്കും. പക്ഷേ മറ്റൊരു വാഹനത്തിന്റെ മുമ്പിൽ പെട്ടെന്ന് വന്ന് പെടുമ്പോൾ, ഒരു അപകടകരമായ സാഹചര്യത്തുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡിന്റെ 1000ത്തിലൊരു അംശത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് നിശ്ചയിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. അത്തരം സന്ദർഭങ്ങളിൽ ഈ 18 താഴെയുള്ള കുട്ടികൾക്ക് ഒരു നല്ല തീരുമാനത്തിലെത്താൻ അവരുടെ ബുദ്ധി കൊണ്ട് കഴിയില്ല. ആ ബുദ്ധി വളർന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് മുമ്പ് വാഹനവുമായിട്ട് റോട്ടിലേക്ക് ഇറക്കരുത് എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു അപകടത്തിൽ 2 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചതാരാണെങ്കിലും നഷ്ടമാകുന്നത് അവരുടെ കുടുംബങ്ങൾക്കാണ്. അള്ളാഹു ആ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇത്തരം വാഹനങ്ങളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുക, കൂട്ടുകാരുടെ കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക, ടൂർ പോവുക, നമ്മൾ പൈസ കൊടുക്കുക, എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് അന്വേഷിക്കാത്ത യാത്രകൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ യാത്രകൾ, വിരുന്ന് പോവുക. പെൺകുട്ടികളൊക്കെ വിരുന്ന് പോകുമ്പോൾ രക്ഷിതാക്കൾ, ഒരു 5 വയസ്സിന്റെ മുകളിലേക്കുള്ള ഒരു പെൺകുട്ടി നമ്മുടെ വീട് വിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉമ്മമാർക്കൊരു ബാധ്യതയുണ്ട്. ആ കുട്ടിയുടെ കൂടെ ആ ഉമ്മ ഉണ്ടായിരിക്കണം. വേറെ ആരെ വിശ്വസിച്ച് നമ്മൾ പുറത്തേക്ക് വിട്ടാലും പുറം ലോകം അത്രമേൽ മനോഹരമല്ല എന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ പെൺകുട്ടികളെ പ്രത്യേകിച്ച് വീടുകളിൽ ചേർത്ത് പിടിക്കുക. ആൺകുട്ടികളുടെ യാത്രകളെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങാടിയിൽ ഒരുപാട് സമയം ചെലവഴിക്കാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ അങ്ങാടിയിലേക്ക് ആദ്യം വരുന്നവനും അങ്ങാടിയിൽ നിന്ന് അവസാനം പോകുന്നവനും ആവരുത്. അങ്ങാടി എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടല്ല. കച്ചവടം ഇസ്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിച്ച മനോഹരം എന്ന് പറഞ്ഞ ഒരു ജീവിത മാർഗമാണ് ഈ കച്ചവടം, കൃഷിയൊക്കെ. അതുകൊണ്ട് കച്ചവടക്കാരുള്ള അങ്ങാടി അത് മോശമായ സ്ഥലമല്ല. പക്ഷേ ആ അങ്ങാടിയെ പിശാച്ച് ചില വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹാ മഅറഖത്തു ശൈത്താൻ, ശൈത്താന്റെ പടനിലമാണ് അങ്ങാടി, ശൈത്താന്റെ യുദ്ധഭൂമിയാണ് അങ്ങാടി. ആ യുദ്ധഭൂമിയിൽ പിശാച്ച് തനിക്ക് വേണ്ടി പടയാളികളെ ഉണ്ടാക്കും. ആ പിശാച്ച് തന്റെ കൊടി നാട്ടും അങ്ങാടിയിൽ. ആ കൊടിയുടെ ചുറ്റുഭാഗത്തും തന്റെ ആളുകളെ അവൻ പിടിച്ചിരുത്തും. മറ്റൊരു ഹദീസിലുള്ളത്, ആ അങ്ങാടികളിൽ പിശാച്ച് മുട്ടയിടും. ആ പിശാച്ച് തന്റെ കുട്ടികളെ വളർത്തും അങ്ങാടിയിൽ. നമ്മുടെ മക്കളെ പിശാച്ച് അവന്റെ മക്കളായി വളർത്തും അങ്ങാടികളിൽ. അതുകൊണ്ട് അങ്ങാടികളുമായിട്ടുള്ള നമ്മുടെ മക്കളുടെ ബന്ധത്തെ നമ്മൾ കുറച്ചു കൊണ്ടുവരിക. ഒരു കാരണവശാലും മഗ്‌രിബ് നമസ്കാര ശേഷം നമ്മുടെ മക്കൾ പുറത്തല്ല, അവർ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളുടെ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ ഗൗരവത്തോടു കൂടി കാണുക. പ്രവാചകൻ പറഞ്ഞത്, ഓരോ മനുഷ്യനും അൽ മർഉ ഫീ ദീനി ഖലീലി, ഓരോ മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ മതത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, ആരാണ് കൂട്ടുകാർ കൃത്യമായി നോക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാ, ഇടക്കിടക്ക് അവരെ വീട്ടിലേക്ക് വിളിക്കണം, അവരെ പരിചയപ്പെടണം, അവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ മകനെ ചതിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധം ഒരു ഹൃദയബന്ധം ആ മക്കളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ആരാധനകൾ, നിസ്കാരങ്ങൾ, മറ്റാരാധനാ കർമ്മങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ മക്കൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അത് ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചില സന്ദർഭങ്ങളിൽ ആവശ്യമായ ശിക്ഷണമോ ഈ രംഗത്ത് അവർക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതുകൂടി ഓർമ്മയിൽ ഉണ്ടാവണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വല്ലാത്ത കാലത്ത് ഒരു നല്ല ഈമാനുള്ള കുടുംബമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ നമ്മുടെ കണ്ണടഞ്ഞാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന, നമുക്ക്
വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. മക്കൾ കൈവിട്ടുപോയി സങ്കടപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا. اللهم رب ارحمهما كما ربياني صغيرا. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. നമ്മുടെ മഹല്ലിൽ ഒരു സഹോദരൻ ഒരു സഹോദരി, നമ്മുടെ മഹല്ലിലെ 2 മെമ്പർമാരാണ് ഇത്തിരി പ്രയാസകരമായ രോഗത്തെ തുടർന്ന് ആശുപത്രികളിൽ ചികിത്സകളിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരനും ആ സഹോദരിക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാവട്ടെ. അവരുടെ ചികിത്സ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ചികിത്സയിലെ എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. അവരെ സംരക്ഷിക്കുന്ന ചികിത്സിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും സാമ്പത്തികമായ വിശാലതയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി